ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ എങ്ങടെ പോകുന്നതെന്ന് വെച്ചാല് എന്റെ വീടിന്റെ അടുത്തൊരു മാവുണ്ട്. അപ്പൊ ആ മാവിൽ ഇപ്പൊ മാങ്ങയായി എന്ന് ഇവൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ വെറുതെ പറയുന്നതാണ്, പഠിക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇവൻ പറഞ്ഞതല്ലേ, എന്നാ പിന്നെ വന്ന് നോക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പോകുന്നത് തന്നെ. ഈ മാങ്ങ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചപ്പിക്കുടിയൻ മാങ്ങ എന്നാ പറയാ, മറ്റേ നാട്ടുമാങ്ങയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാങ്ങയാണിത്. അടിപൊളിയാണ്. നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറയാന്ന് പറയണം. അപ്പൊ ഇവന്റെ ഓട്ടം കണ്ടപ്പോ എനിക്ക് ഉറപ്പായി എന്തായാലും മാങ്ങയുണ്ട് എന്നുള്ളത്. അപ്പൊ ചെന്നപാട് തന്നെ നോക്കുമ്പോൾ മൂപ്പർക്ക് ഒരു മാങ്ങയും കിട്ടി. അപ്പൊ കൺഫേം ഇവിടെ പറ്റിപ്പല്ല, ശരിക്കും ഉള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പിള്ളേരും കൂടി ഓടും മാങ്ങ വെറുക്കാനായിട്ട്. ഒരു ചെറിയ കാറ്റൊക്കെ വരുമ്പോഴത്തേക്കടാ വീണിട്ടുണ്ടാവടാന്ന് പറഞ്ഞിട്ട് ഓടുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ മാങ്ങ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പത്തെ കുട്ടികൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സംഭവങ്ങളൊന്നും അവര് എക്സ്പ്ലോർ ചെയ്യുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലമൊന്നും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇല്ല തോന്നുന്നു. ഇതൊന്നും എൻജോയ് ചെയ്യാനോ അവർക്ക് സമയമില്ല. അതൊക്കെ ഒരു സത്യം തന്നെയാണല്ലേ. അങ്ങനെ കുറേ മാങ്ങ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഓരോ മാങ്ങ വെറുക്കാൻ പോകുന്നു, കൈ നിറയെ മാങ്ങ കിട്ടുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് കുറവാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നമുക്കില്ല. സത്യം പറഞ്ഞാൽ അതൊന്നും ഇല്ല അല്ലേ. പക്ഷെ ഇതൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ്. ഇവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. അങ്ങനെ നമുക്ക് കൈ നിറയെ മാങ്ങ കിട്ടിയപ്പോൾ നമ്മൾ രണ്ടാളെയും മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടോ. കുട്ടിയുടെ പല്ല് പോയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒരു വിഷയമാണോ അല്ലേ. അങ്ങനെ ഞങ്ങളിതാ മാങ്ങയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഈ മാങ്ങയില്ലേ, ഇതുപോലെ കടിച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. പക്ഷെ എനിക്ക് കടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിൽ ക്ലിപ്പൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ടിട്ടെല്ലാം കടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവൻ കഴിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയായി. കാരണം ഇങ്ങനെ വേണം കഴിക്കാൻ, പക്ഷെ എനിക്ക് അങ്ങനെ കടിച്ചു വലിക്കാനുള്ള ആ ഒരു അവസ്ഥയിലല്ല ഇപ്പം നിലവിൽ. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാം